ആരുമില്ലാതെ തെരുവിൽ കഴിയുന്ന വില്ലി തന്റെ കയ്യിലെ എല്ലാ കാശും കൊടുത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇംഗ്ലീഷ് കൂട്ടക്ഷരത്തിന്റെ കാർഡ്സ് വാങ്ങുന്നു. ബില്ല് പേ ചെയ്യാനായി വന്നപ്പോൾ അവിടെ നിന്നൊരു കൊച്ചുകുട്ടി എന്തോ ബാഡ് സ്മെല്ല് വരുന്നതായി അമ്മയോട് പറയുന്നു. ഉടനെ വില്ലി ആ കാർഡ്സും അതിനായുള്ള കാശും അവിടെ വെച്ച് പോകുന്നതിന് മുൻപ് ഇതുകൂടി പേ ചെയ്ത് തരാൻ ആ ലേഡിയോട് പറയുന്നു. ആക്ച്വലി വില്ലി എന്തിനാണ് ആ കാർഡ്സ് വാങ്ങിയതെന്ന് വെച്ചാൽ അടുത്തിടെ അയാൾക്ക് ട്രാഷ് ബിന്നിൽ നിന്ന് ഒരു കത്തിക്കരിഞ്ഞ ഡയറി കിട്ടി. അതിൽ ആദ്യത്തെ കുറച്ച് പേജ് ഒഴികെ ബാക്കിയെല്ലാം കൂട്ടക്ഷരമായതുകൊണ്ട് വില്ലിക്ക് വായിക്കാൻ കഴിയുന്നില്ല. അതിൽ അമ്മയെ നഷ്ടമായ ഒരു പെൺകുട്ടിയുടെ വിഷമങ്ങളാണെന്ന് കണ്ടതും വില്ലിക്ക് തന്റെ അമ്മ നഷ്ടമായപ്പോഴുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അയാൾ കാർഡ്സ് യൂസ് ചെയ്ത് ഡയറിയിലെ എല്ലാ കാര്യങ്ങളും വായിക്കുന്നു. അതിൽ ആ കുട്ടിക്ക് ഇടിമിന്നൽ പേടിയാണെന്ന് എഴുതിയിരിക്കുന്നു. അയാൾക്കും ഇടിമിന്നൽ പേടിയാണ്. പെട്ടെന്ന് ഇടിമിന്നൽ അടിക്കുന്നു. അയാൾ ഉടനെ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് കയറിയിരിക്കുന്നു. ആ ഡയറിയെയും മുറുകെ പിടിക്കുന്നു. പിറ്റേ ദിവസം അയാൾക്ക് ഒരു പെൻസിൽ കിട്ടുന്നു. അത് വെച്ച് ആ പെൺകുട്ടിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഒരു റിപ്ലൈ എഴുതുന്നു. എന്നിട്ട് അതൊരു പേപ്പർ പ്ലെയിൻ ആക്കി പറത്തിവിടുന്നു. അന്ന് രാത്രി ഒരാൾ വന്ന് വില്ലിയെ അറ്റാക്ക് ചെയ്യുന്നു. ഭാഗ്യത്തിന് വില്ലിക്ക് അയാളെ പ്രതിരോധിക്കാൻ കഴിയുന്നു. വില്ലി അയാളെ അടിച്ചിടുന്നു. പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ വന്ന് വില്ലിക്ക് $50 കൊടുക്കുന്നു. അത് വീടില്ലാത്തവർക്കായി നടത്തുന്ന ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ ആണ്. അതിൽ ജയിക്കുന്നവർക്ക് പ്രൈസ് മണി കിട്ടും. വില്ലി ആ കാശ് യൂസ് ചെയ്ത് ഒരു പെൺകുട്ടിയുടെ ചിത്രം വാങ്ങുന്നു. എന്നിട്ട് അത് ഡയറിയിലെ പെൺകുട്ടിയായി സങ്കല്പിച്ച് ഡയറിയുടെ പുറത്തൊട്ടിക്കുന്നു. എന്നിട്ട് ആ ഡയറിയോടൊപ്പം ഇരുന്ന് ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഫയർ വർക്ക്സ് കാണുന്നു. കാരണം ഇപ്പോൾ അയാൾക്കുള്ള ഒരേ ഒരു ഫ്രണ്ട് ആ ഡയറിയാണ്. ആ ചെറുപ്പക്കാരൻ വീണ്ടും വില്ലിയെ കാണാൻ വരുന്നു. വില്ലി വീണ്ടും ഫൈറ്റിംഗിൽ പങ്കെടുക്കുന്നു. ഒത്തിരി ഗെയിമിൽ വിൻ ചെയ്ത് അവൻ ഒത്തിരി കാശ് നേടിക്കൊടുത്തത് കൊണ്ട് വില്ലിയെ അവൻ ഫ്രണ്ട് എന്ന് വിളിക്കുന്നു. അതോടെ വില്ലിക്ക് താൻ തനിച്ചല്ലെന്നൊരു തോന്നലുണ്ടാവുന്നു. പക്ഷെ ഒരു ദിവസം ഒരാൾ ആ ചെറുപ്പക്കാരനെ അറ്റാക്ക് ചെയ്യുന്നു. അവനെ രക്ഷിക്കുന്നതിനായി വില്ലി വന്ന് അയാളെ അടിക്കുന്നു. അത് കണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അത് കണ്ട വില്ലിക്ക് അവൻ സ്വന്തം കാര്യങ്ങൾക്കായി തന്നെ യൂസ് ചെയ്യുകയായിരുന്നെന്ന് മനസ്സിലാവുന്നു. അയാൾക്ക് ദേഷ്യം സഹിക്കാനാവുന്നില്ല. ഒന്ന് കൂളായതിനു ശേഷം വില്ലി ആ കുട്ടിക്ക് ലെറ്റർ എഴുതുന്നത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അയാൾക്ക് താൻ നല്ലൊരു മനുഷ്യനല്ലെന്ന് തോന്നലുണ്ടാവുന്നു. പണത്തിന് വേണ്ടി താൻ മറ്റൊരാളെ തല്ലിയതോർത്ത് പശ്ചാത്തപിക്കുന്നു. താൻ പറത്തിവിട്ട പ്ലെയിൻ ഒന്നും ആ കുട്ടിക്ക് കിട്ടിയില്ലെന്നറിഞ്ഞതും വിഷമിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർമിയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ പ്രായക്കൂടുതലായെന്ന് പറഞ്ഞ് വില്ലിയെ റിജക്ട് ചെയ്യുന്നു. അന്ന് രാത്രി ആ ചെറുപ്പക്കാരൻ വീണ്ടും വരുന്നു. പക്ഷെ ആരും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അവൻ പ്രൈസ് മണി $100 ആയി കൂട്ടുന്നു. ഉടനെ വിശന്നിരിക്കുന്ന പ്രായമായ ഒരാൾ ഫൈറ്റിംഗിനായി മുന്നോട്ട് വരുന്നു. അവൻ വില്ലിയെ കണ്ടതും മത്സരിക്കാൻ വിളിക്കുന്നു. പക്ഷെ വില്ലി അയാളെ തിരിച്ചടിക്കുന്നില്ല. അത് കണ്ടവൻ ആ ഡയറി എടുത്ത് കത്തിക്കുമെന്ന് പറഞ്ഞ് വില്ലിയെ ഭീഷണിപ്പെടുത്തുന്നു. വില്ലി അയാളെ അടിക്കില്ലെന്ന് പറഞ്ഞതും അവൻ ഡയറി എടുത്ത് തീയിലേക്ക് ഇടുന്നു. വില്ലി അത് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് മുഴുവനായും കത്തി നശിച്ചിരുന്നു. വില്ലിയുടെ കൈകൾക്കും പൊള്ളലേൽക്കുന്നു. അതിനുശേഷം വില്ലി ഹോസ്പിറ്റലിൽ ശാന്തനായി കിടക്കുന്നു. ഡയറി നഷ്ടമായെങ്കിലും വില്ലിക്ക് അതിലെ എല്ലാ വരികളും കാണാപ്പാടമായിരുന്നു. വില്ലി അത് ഉറക്കെ പറയാൻ തുടങ്ങുന്നു. അത് കേട്ട് അവിടേക്ക് ഒരു കൊച്ചുകുട്ടി വരുന്നു. അവളുടെ ഫേസ് മുഴുവൻ ബാൻഡേജ് ചുറ്റി വെച്ചിരിക്കുന്നു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ വില്ലിയെ നോക്കി നിൽക്കുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയ വില്ലി എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി തെരുവിൽ നിൽക്കുന്നു. പെട്ടെന്നൊരു പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് വരുന്നു. അവളുടെ ഫേസ് ഫുള്ള് പൊള്ളിയ പാടുകളാണ്. അവർ പരസ്പരം നോക്കുന്നു. ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും അവരുടെ ആത്മാക്കൾ പരസ്പരം തിരിച്ചറിയുന്നു. അവർ നിറകണ്ണുകളോടെ കെട്ടിപ്പിടിക്കുന്നു.